ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ എന്താണ് എല്ലാവരും പരിപാടി? രാവിലെ ചെറിയൊരു മൂടൽ മഞ്ഞ് മൂലൊക്കെയാണ് പുറത്ത്. അതിൻ്റെ ആ വെട്ടത്തിൻ്റെ ഒരു ഇത്. നമുക്ക് രാവിലെ പരിപാടി, ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് വന്ന് കാണാം. ഇനിയിപ്പോൾ കഴിക്കാൻ പോവാം. നമുക്ക് കാണാം ഇന്നത്തെ സ്പെഷ്യലൊന്നുമല്ല, രാവിലെ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. രാവിലെ ഇപ്പോൾ വേണ്ട ദോശ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി തേയില വെള്ളം വേണ്ടേ, എന്താണ് സാമ്പാർ. എന്തായാലും സാമ്പാർ ഓൾറെഡി എന്തായാലും ഉണ്ടാക്കും, കാരണം ഉച്ചയ്ക്ക് ചോറ് കൊടുക്കേണ്ടത് കൊണ്ട്. അതുകൊണ്ട് ആ സാമ്പാർ നമുക്ക് എന്തായാലും കഴിക്കാം. സാമ്പാറേ സാമ്പാറേ. ചൂടാണേ. വീട്ടിലെ ദോശ ആയതുകൊണ്ട് ചെറിയ പോരായ്മയുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വയറും നിറയണം, ആരോഗ്യം കാക്കണം, അതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമായിരിക്കും എനിക്കൊരു മുന്നോട്ട് പോകാനുള്ള ഓരോ ഇതും. താങ്ക് യു. ഞാനിവിടെ നിന്ന് കഴിക്കുമ്പോൾ അമ്മാമ്മയും മോളും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുക ദോശ. അവൾക്ക് കൊണ്ട് അവിടെ അമൃത് പാല് അത് മതി. ലാസ്റ്റ് ഇതുകൊണ്ട് അമ്മമ്മയുടെ പാത്രത്തിൽ നിന്ന് കിഴങ്ങെല്ലാം മേടിച്ച് തിന്നുന്ന ബൂബു. ഞാനങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഇനി ലാസ്റ്റ് വിത്തൗട്ട് നമ്മുടെ സ്ഥിരം തേയില വെള്ളം, ബ്ലാക്ക് ടീ. ഞാൻ മധുരമില്ലാതെ കഴിക്കുന്നത്. ഒരു ഇച്ചിരി തേയില വെള്ളം, ഇത്രയും വലിയ ഗ്ലാസ്സാണെന്ന് കരുതി ഇത് നിറച്ചുകൊണ്ടൊന്നുമില്ല. വേണ്ട, ഇതിൻ്റെ പകുതി ഞാൻ കുടിക്കാറുള്ളൂ. കിഴങ്ങാ പെറുക്കി തിന്നുന്നത്. കിഴങ്ങി പൂപ്പു ഹായ് പറഞ്ഞേ. അയ്യോ ഞാൻ തന്നെ സ്ഥിരം നമ്മുടെ ലൊക്കേഷനിൽ വന്നേണ്ടിയിരുന്നു. നമ്മുടെ സൂക്ഷ്മദർശിനി കണ്ട കാര്യമൊക്കെ ഇങ്ങനെയൊന്ന് പറയുമായിരുന്നു. അതൊരു ഷോർട്ട് സൈഡൊക്കെ ഇടാമെന്ന് കരുതി. അപ്പോഴേ ഇവിടുത്തെ കോലമൊക്കെ വേണ്ട, ആ മഴയൊക്കെ കാരണം കോലം കെട്ടി ചെടിയെല്ലാം വേണ്ട ഒരു പരുവായി. കൃഷിയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് അവിടെ എല്ലാം കാടും പിടിച്ച്. ഇനി ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരണം. വന്നിട്ട് വേണ്ട ഒരു തേങ്ങ പൊതിച്ച അച്ഛൻ കൊണ്ട് വെച്ചതാ. അത് വേണ്ട എടുത്ത് അവിടെ കൊണ്ട് എറിഞ്ഞിട്ട് ഉണ്ട്. ഇവിടെ അവിടെ വാവേ അയ്യോ, എൻ്റെ അപ്പുറത്തൊരു കാറ് വന്നപ്പോഴത്തേക്ക് പേടിച്ച് ഓടി അകത്ത് കയറുന്നു. വണ്ടി പേടിയാ കുഞ്ഞിന്. അയ്യോ കൊണ്ടുവെക്ക്. ബിസ്ക്കറ്റൊക്കെ തിന്ന് കഴിഞ്ഞ് വന്നു. ഓർഡർ അടിച്ചിരിക്കുക, ചോറൊക്കെ ഇനി എടുക്കണം. ചോറെടുക്കാൻ വേണ്ടി വന്നേക്കുക. അമ്മ ഓർഡർ എടുക്ക് ഒരെണ്ണം, ഒരു ഫിഷ് ഫ്രൈ പൊതിച്ചോറ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഓർഡർ അടിച്ചത് നോക്കാം. കറിയൊക്കെ എടുത്ത് വെക്കുക. പപ്പടത്തിന് വഴക്കിടുന്നു ഈജേ. പപ്പടം കാത്തോരനുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, അച്ചാറ്, മുട്ട വറുത്തത്, ചമ്മന്തി, മീൻ വറുത്തത്, അയല. നീ പൊതിയ അങ്ങനെ നമ്മളതേ ചോറെല്ലാം എടുത്ത് വെച്ച് ഇനി നമ്മൾ അത് കവറിൻ്റെ അകത്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ട് കൊടുക്കാൻ പോവാം. പൂവും കൂടെ പോയി കൊടുത്തിട്ട് വാ. അത് വന്ന് ചെല്ലേ. ബൂബുവിന് ചോറ് കൊടുക്കാൻ പോവാ അമ്മ. അത് പപ്പടം വേണോ? എന്തോ വേണ്ടേ? എന്തോ വേണ്ടേ? മൂമ്മി വേണോ? അത്രയും ചോറ് വേണോ? പപ്പടം വേണോ? മൂമ്മി വേണോ? മൂമ്മി എടുത്ത് വെച്ച് കൊടുക്ക്. ബൂബു ഉമ്മൂമ്മയും കൂട്ടി ചോറ് തന്നെയാ.
ബുബു ഉമ്മൂമ്മി സൂപ്പറാണോ? ഞാൻ വിളിക്കുന്നില്ല. ഉമ്മൂമ്മി സൂപ്പറാണോ? അതെ, നമ്മുടെ ഫസ്റ്റ് ഓർഡർ പോയിട്ടുണ്ട്. ചേട്ടൻ പോയി. ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. അമ്മ അതെ താഴെ നിന്ന് ചോറ് കഴിക്കുന്നു. ഞാൻ കഴിയുമ്പോൾ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി ചോറ് എടുക്കാം. ഓൾറെഡി നമ്മുടെ ചോറ് കൊടുക്കുന്നുണ്ട്, എല്ലാം എടുത്ത് വെച്ചേക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അതെ, ചൂട് ചോറ്, നമ്മുടെ ചോറ്. ഞാൻ ഇച്ചിരി ചോറ് എടുക്കത്തുള്ളൂ, ഇച്ചിരി വെണ്ടയ്ക്ക എടുക്കാം. കുപ്പിയോ? വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പക്ഷെ എന്താ ചെയ്യാൻ ഭയങ്കര കൊഴുപ്പാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എടുത്ത് എന്തെങ്കിലും എടുക്കാം. മന്തിയൊക്കെ തീരാറായി. അച്ചാറുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. അമ്മേ, ആ പയറുകറി തരാമോ? ഞാൻ കഴിച്ചോളാം. ഫ്രിഡ്ജിൽ ഇരുന്നതോ? ഈ ചൂട് ചോറിന് കൂടെ ആകുമ്പോൾ കഴിക്കാം. നീ സാധാരണ എടുത്ത് തിന്നണോ? നീ വേറെ ഒരെണ്ണം തിന്നണോ? എന്തായാലും ഇത് കൂട്ടി കഴിക്കാം. ഇച്ചിരി ചോറ്, വെണ്ടയ്ക്ക്. ഞാൻ ഇച്ചിരി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ആയുർവേദമൊക്കെ ഉണ്ട്, പഥ്യമുണ്ട്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇറച്ചി മീനൊന്നും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വെജ് എന്തായാലും വെണ്ടയ്ക്കയും മെഴുക്കുവരട്ടിയും കൂട്ടി ചോറിന്. വെണ്ടയ്ക്കയും ചമ്മന്തി മതി കഴിക്കാൻ. അല്ല, ഞാൻ ചോറ് കഴിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് എന്തോന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഗൈസ്, സ്കൂളിൽ ചെല്ലാൻ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ്. അമ്മയും ബൂബും താഴെ വന്നിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ, ഒരു ചേട്ടൻ മീൻ കൊണ്ടുവരും, ആ മീൻ മേടിക്കണം. കിടക്കാൻ എന്തായാലും സമയപ്പോഴത്തേക്ക് ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കിയത് ഒഴിച്ച് വെക്കാൻ പോവുക. നീ കഴിച്ചിട്ടില്ല, നീ കഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. ഈ ഫ്ലാസ്ക് ഇതെനിക്ക് എന്തായാലും മറക്കാൻ പറ്റത്തില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നതാണ്. എൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൻ കണ്ടിട്ട് അവൻ എനിക്ക് വാങ്ങിത്തന്നത്. എനിക്ക് കഴിക്കാനുള്ളതിനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാന്യപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ളൊരു, എനിക്ക് പിന്നെ വൈകിട്ട് കഴിക്കാൻ തന്നെ ധാന്യപ്പൊടിയുടെയൊക്കെ ഇത് വെച്ചിട്ടുള്ളൊരു കുറുക്ക്. കുഞ്ഞിനും എനിക്ക് ഇത് തന്നെ ഞാൻ കഴിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി, ആര് വലിയ ഉണ്ടാക്കാൻ, അത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കിടക്കാൻ. അത് ആറുമ്പോഴത്തേക്കാണെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പറഞ്ഞു അതങ്ങ് ഞാനങ്ങ് തിന്നോളാം. ഇത് മീൻ പറ്റിച്ചത്, ചോറ്. ഫസ്റ്റ് കഴിച്ചത് സുനിയാന്ന് തോന്നുന്നു. അവളിതൊന്നും എടുക്കാത്ത വെക്കാതെ കയറി കിടന്നുറങ്ങി. ഇപ്പം ഞാൻ തന്നെ എല്ലാം എടുത്ത് വെക്കണമല്ലോ. എടുത്ത് വെക്കാം, അല്ലാതെ ഇപ്പം ആര് ചെയ്യാൻ. ഇനിയിപ്പോൾ നാളത്തേക്കെല്ലാം അല്ലെങ്കിൽ വളിച്ചു പോകും. എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ കുറുക്ക് ഇന്നു, ഇനിയിപ്പോൾ രാത്രി. നിങ്ങളെന്തോ രാത്രി കഴിക്കുന്നതെന്ന് പറയണേ. ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, എനിക്ക് മരുന്ന് വലിക്കണം. കഫെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം രാത്രിയിലത്തെ. എന്നിട്ട് വേണം എനിക്ക് കിടക്കാനുള്ള പരിപാടി. അമ്മ ഉച്ചയ്ക്കത്തെ എല്ലാ പരിപാടിയെല്ലാം കഴിച്ച് ക്ഷീണിച്ച് കിടക്കുക. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഗൈസ്, ഇപ്പോൾ സമയം 11:15 ആവുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒന്നും കുറേയൊക്കെ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഓടി നടന്ന് എടുത്തിട്ട് ശ്വാസം മുട്ടൽ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ടാണ്. പിന്നെ അധികം കണ്ടന്റും ഇല്ല എൻ്റെ കാര്യത്തിൽ, കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാലേ കണ്ടെന്നൊക്കെ വരത്തുള്ളൂ. എന്തായാലും നാളെ കാണാം. ബൈ.